മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ എം.ടി. വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു എം.ടിയുടെ അന്ത്യം. 91 വയസ്സായിരുന്നു. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനിടെ ഹൃദയാഘാതമുണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത്. കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിന് പിന്നാലെയാണ് മരണം. മരണസമയത്ത് ഭാര്യയും മകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിലുണ്ടായിരുന്നു. രാത്രി 11 മണിയോടെ അദ്ദേഹത്തിന്റെ വസതിയായ സിത്താരയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നതു മുതൽ സമൂഹത്തിന്റെ നാനാതുറയിൽ ഉള്ളവർ അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാനായി ഒഴുകുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാവൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കും. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സമസ്ത മേഖലകളിലും എം.ടി. വ്യക്തിമുദ്ര പതിപ്പിച്ചു. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെന്ററികളും എം.ടി. സംവിധാനം ചെയ്തിട്ടുണ്ട്. 2005-ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, ജെ.സി. ഡാനിയൽ പുരസ്കാരം എന്നിങ്ങനെ എണ്ണമറ്റ പുരസ്കാരങ്ങൾ എം.ടിയെ തേടിയെത്തി. തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും നേടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ എം.ടി. വാസുദേവൻ നായർക്ക് ലഭിച്ചു.